ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ 2019 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Name the colorless toxic gas that is produced when BF3 is heated with sodium hydride at 450 Kelvin. Draw its structure. 2 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് BF3യും അതേപോലെ സോഡിയം ഹൈഡ്രൈഡും 450 കെൽവിനിൽ ഹീറ്റ് ചെയ്യുകയാണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് B2H6 അഥവാ ഡൈബോറൈൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? B2H6 കിട്ടും അല്ലേ, ഡൈബോറൈൻ കിട്ടും. അപ്പോൾ ഇവിടെ 2 ബോറോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2BF3, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2BF3 പ്ലസ് 6NaH ഗിവ്സ് B2H6 പ്ലസ് പിന്നെ ആരാ ഉണ്ടാവുക? 6HF ഉണ്ടാവും, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ടാവും. അപ്പം ഇവിടെ ഫോം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ടോക്സിക് ഗ്യാസ് എന്ന് പറയുന്നത് ആരാണ്? B2H6 ആണ്. ആ B2H6 എന്ന് പറയുന്നതാണ് ഡൈബോറൈൻ. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ബോറോണും 4 ഹൈഡ്രജനും ഒരു പ്ലെയിനിൽ ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതൊരു പ്ലെയിനാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പം ഈ 4 ഹൈഡ്രജനും 2 ബോറോണും എവിടെയാണ്? ഒരു പ്ലെയിനിലാണ്. B2H6 എന്ന് പറയുമ്പോൾ അതിൽ ഇനി 2 പേരൂടെ വരാനുണ്ട്. അവരെ നമ്മൾ ഇങ്ങനെ കാണിക്കുകയാണ്, ഹൈഡ്രജൻ. ഇതിൽ ഒരു ഹൈഡ്രജൻ എബോവ് ദ പ്ലെയിൻ ആയിരിക്കും, ഒരു ഹൈഡ്രജൻ ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ബോണ്ട്, ഈ ഒരു ബോണ്ട്, ഈ ഒരു ബോണ്ട്, ഈ ഒരു ബോണ്ട്, ഇവിടെ 4 ബോറോൺ ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട്. അതെന്തായിരിക്കും? ഇൻ ദ പ്ലെയിൻ ആയിരിക്കും. ആ ഒരു പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുക? ആ ഒരു ബോണ്ട് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന ഒരു ബോണ്ട് കണ്ടോ? BHB ബോണ്ട് അല്ലേ? അതേപോലെ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റൂലേ? ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ അഥവാ BHB ബോണ്ട് എന്ന് പറയുന്നത് എബവ് ഓർ ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. ആ ബോണ്ടിനെയാണ്, ഈ ഒരു ബോണ്ടിനെയാണ് നമ്മൾ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ എത്ര ആറ്റമുണ്ട്? 1 2 3. അവിടെ 3 ആറ്റങ്ങളുണ്ട്. 3 സെൻറ്റർ, അവിടെ ഡിലോക്കലൈസ് ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ പറയും 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറയും. ഈ ബോണ്ടുകളെ നമ്മൾ പറയാം 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നാണ്. ഈ ബോണ്ടിൻ്റെ വേറൊരു പേരാണ് ബനാന ബോണ്ട്. ബനാന ബോണ്ട് എന്ന് പറയും. ഇതിൽ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫുള്ളറീൻസ് ആൻഡ് സിലിക്കേറ്റ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് ഫുള്ളറീൻസ് നോക്കാം. എന്താ ഫുള്ളറീൻസ് എന്ന് പറഞ്ഞാൽ? ഫുള്ളറീൻസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോം ഓഫ് കാർബൺ ആണ്. അതെന്ന് പറയുന്നത് ഒരു കേജ് ലൈക്ക് സ്ട്രക്ചറാണ്. കേജ് ലൈക്ക് സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ ഈ ഫുള്ളറീൻസ് ഫോം ചെയ്യുന്നത് അഥവാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ ഗ്രാഫൈറ്റ്, ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള ഹീലിയം, അതേപോലെ നിയോണിൻ്റെ ഒക്കെ പ്രസൻസിൽ ഇലക്ട്രിക് ആർക്കിൽ ഹൈ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫുള്ളറീൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫുള്ളറീൻസിൽ
5 മെമ്പേർഡ് റിങ്സും ഉണ്ട്, അതേപോലെ 6 മെമ്പേർഡ് റിങ്സും ഉണ്ട്. ഈ 6 മെമ്പേർഡ് റിങ്സ് എന്ന് പറയുന്നത് 5 മെമ്പേർഡ് റിങ്ങുമായിട്ടും അതേപോലെ തന്നെ 6 മെമ്പേർഡ് റിങ്ങുമായിട്ടും കമ്പൈൻ ചെയ്യും. പക്ഷേ 5 മെമ്പേർഡ് റിങ് എന്ന് പറയുന്നവർ 6 മെമ്പേർഡ് റിങ്ങുമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പൈൻ ചെയ്യുള്ളൂ. വെൽ നോൺ ആയിട്ടുള്ള ഫുള്ളറീൻസ് എന്ന് പറയുന്നത് C60 ഫുള്ളറീൻസ് ആണ്. ഇതിനെയാണ് നമ്മൾ ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്ന് പറയുന്നത്. ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്ന് പറയുന്നത്. ഈ C60 ഫുള്ളറീൻസിൽ 12 പെൻറ്റഗണൽ റിങ്സും 20 ഹെക്സഗണൽ റിങ്സുമാണ് ഉള്ളത്. നെക്സ്റ്റ് വണ് സിലിക്കേറ്റ്സ് ആണ്. സിലിക്കൺ ആണ് സിലിക്കേറ്റ്സിൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു സിലിക്കൺ ആറ്റം 4 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കിടക്കുകയാണ്. ടെട്രാഹെഡ്രൽ മാനറിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് SiO4 4- കാണപ്പെടുന്നത്. ഇത് സൈഡ് വ്യൂ ആണ്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോട്ട് എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. അതിന് ചുറ്റുമുള്ളത് റൗണ്ട് ഓക്സിജൻ ആണ്. അപ്പം ഈ ഒരു രീതിയിലാണ് അതെന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ഈ 3 താഴോട്ടും ഈ ഒരു ഓക്സിജൻ മുകളിലേക്കും ഈ ഒരു ഡോട്ട് സെൻട്രലുമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ SiO4 ആണ് ഇതിൻ്റെ ബേസിക് യൂണിറ്റ്, അഥവാ നമുക്ക് പറയാം മോണോമർ. ഈ SiO4 യൂണിറ്റുകൾ കൂടി ചേർന്നിട്ട് ലോങ് ചെയിനായിട്ട് മാറാം, അല്ലെങ്കിൽ റിങ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഷീറ്റായിട്ട് മാറാം, 3D സ്ട്രക്ചറുകളൊക്കെ ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ് മാൻമെയ്ഡ് സിലിക്കേറ്റ്സ് എന്ന് പറയുന്നതാണ് ഗ്ലാസ്, അതേപോലെ സിമൻറ്റ് എന്നൊക്കെ പറയുന്നത്. സിലിക്കേറ്റ്സിന് എക്സാമ്പിളാണ് സിയോലൈറ്റ്, മൈക്ക, ഫെൽസ്പാർ, ആസ്പെറ്റോസ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ മാർച്ച് 2019 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ നേച്ചർ ഓഫ് ബോണ്ട് പ്രസൻറ്റ് ഇൻ ഇറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഡൈബോറൈൻ എന്ന് പറയുന്നത് ഡൈബോറൈൻ അഥവാ B2H6. അതിൽ 2 ബോറോൺ ആറ്റങ്ങൾ ഒരേ പ്ലെയിനിൽ തന്നെ ആ ബോറോൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന 4 ഹൈഡ്രജൻ ആറ്റം, 1 എബോവ് ദ പ്ലെയിൻ, 1 ബിലോ ദ പ്ലെയിൻ. ഓക്കെ, ഈ 4 ബോണ്ടുകൾ ഇൻ പ്ലെയിൻ ആണ്, അഥവാ 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകളാണ്. ഈ ബോണ്ടും 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 3 പാർട്ടായിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എ പാർട്ട് വാട്ട് ആർ സിലിക്കോൺസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഷോയിങ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സിലിക്കോൺസ്, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി സി പാർട്ട് ഹൗ ക്യാൻ ദ ചെയിൻ ലെങ്ത് ഓഫ് സിലിക്കോൺ ബി കൺട്രോൾഡ് ഡ്യൂറിങ് ദെയർ സിന്തസിസ്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് സിലിക്കോൺസ് എന്നാണ്. സിലിക്കോൺസ് എന്ന് പറഞ്ഞാൽ ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ് ആണ്. ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ്. അതിലെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് R2SiO യൂണിറ്റുകളാണ്.
ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കോൺ ക്ലോറൈഡ്സുകളാണ്. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. RnSiCl4- എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡ്സുകളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സിലിക്കൺ ക്ലോറൈഡ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി സപ്പോസ് ഞാൻ യൂസ് ചെയ്യുന്നത് മീഥൈൽ ക്ലോറൈഡ് ആണ്. മീഥൈൽ ക്ലോറൈഡ് സിലിക്കണുമായിട്ട് കോപ്പർ പൗഡറിൻ്റെ പ്രസൻറ്റിൽ ഹൈ ടെമ്പറേച്ചറിൽ അറൗണ്ട് 570 കെൽവിൻ ആ ഒരു ടെമ്പറേച്ചറിൽ ഞാൻ ഈ മീഥൈൽ ക്ലോറൈഡിനെ സിലിക്കണുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. അങ്ങനെ സിലിക്കണുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡുകൾ കിട്ടും. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കെമിക്കൽ ഫോർമുല ഒബേ ചെയ്യുന്നുണ്ട്. RnSiCl4- ഇവിടെ എന്നിൻ്റെ എണ്ണം 2 ആണ്. അപ്പം CH3 twice SiCl4- 2 = Cl2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അരയിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡ് കിട്ടി. ഇനി ഞാൻ ഈ സിലിക്കൺ ക്ലോറൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്യാണ്. H2O ഹൈഡ്രോളിസിസ് ചെയ്യാണ്, വാട്ടർ ആഡ് ചെയ്യാണ്. അപ്പം H2O ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലോറിൻ ആര് റീപ്ലേസ് ചെയ്യും, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, CH3 twice SiOH twice എന്ന് കിട്ടും. ഈ കോമ്പൗണ്ടിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, സിലിക്കൺ CH3 OH. ഈ ഒരു കെമിക്കൽ ഫോർമുലയുള്ള കോമ്പൗണ്ട് ഞാൻ എല്ലാ ബോണ്ടുകളും കാണിച്ച് എഴുതിയതാണ്. ഇതേപോലെ തന്നെ എന്തുണ്ടാകും, വേറെയും കുറേ മോളിക്യൂൾസുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഇവിടെ പോളിമറൈസേഷൻ നടക്കും. പോളിമറൈസേഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇവിടെ നിന്ന് മോണോമറിന്ന് വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഏത് പോവും, ഈ ഒരു കോമ്പൗണ്ടിൽ നിന്നും ആര് പോയി, വാട്ടർ മോളിക്യൂൾ പോയി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെന്നാ കിട്ടുക, OH Si CH3 O Si CH3 OH CH3. ഇങ്ങനെ ഈ മോണോമറുകൾ കൂടിച്ചേർന്നതായിട്ട് മാറും. ഇതൊരു പോളിമറായിട്ട് മാറും. ആ പോളിമറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സിലിക്കോൺ എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക, സിലിക്കോൺ എന്ന് വിളിക്കുക. ഇനി നമുക്ക് ഈ ഒരു പോളിമറൈസേഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ട്രൈമീഥൈൽ സിലിക്കൺ ക്ലോറൈഡ് ആഡ് ചെയ്യും. ഓക്കെ, ഈ ക്ലോറൈഡ് സൊല്യൂഷനിൽ എത്തുന്ന സമയത്ത് വാട്ടർ മോളിക്യൂൾ റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് നടക്കും, ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ എലിമിനേഷൻ നടക്കും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ആ ഒരു കോമ്പൗണ്ട് ഇവിടെ OSi CH3 OSi CH3 ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ല, ഫർദർ വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചെയിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, ഇവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ എ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരെയാണുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇവിടുന്ന് താഴോട്ടുള്ള കാര്യങ്ങൾ. സി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2018 പി ബ്ലോക്ക് എലമെൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ വർഷവും ഏകദേശം 6 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഞാനൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കാം. റൈറ്റ് ദ ഫോർമുല ഓഫ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് സിലിക്കേറ്റ്സ്. സിലിക്കേറ്റ്സിൻ്റെ
ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിലിക്കേറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് SiO4 ആണ്. അത് ടെട്രാഹെഡ്രൽ മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. SiO4 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ സിയോലൈറ്റ്സ്? ഗിവ് എനി 2 യൂസസ് ഓഫ് സിയോലൈറ്റ്. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സിയോലൈറ്റ് എന്ന് നോക്കാം. സിയോലൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനോ സിലിക്കേറ്റ്സ് ഓഫ് സോഡിയം പൊട്ടാസ്യം ലൈക്ക് എലമെൻറ്റ്സ്. സോഡിയം പൊട്ടാസ്യം അതേപോലുള്ള എലമെൻറ്റുകളുടെ അലൂമിനോ സിലിക്കേറ്റ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുക, സിയോലൈറ്റ് എന്ന് പറയാം. സിയോലൈറ്റ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പെട്രോളിയം ഇൻഡസ്ട്രിയിലാണ്. അതേപോലെ തന്നെ നമ്മൾ ഹാർഡ് വാട്ടർ സോഫ്റ്റനിങ്ങിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സിയോലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ വർഷം ചോദിച്ചിട്ടുള്ള മൂന്നാമത്തെ ചോദ്യമെന്ന് പറയുന്നത് സ്കെച്ച് ദ സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രക്ചർ ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് അല്ലോട്രോപ്സ്? 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് ഡയമണ്ടിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും സ്ട്രക്ചർ. ഓക്കെ, ഡയമണ്ടിൽ കാർബൺ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ കാർബൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടെട്രാഹെഡ്രൽ മാനറിലാണ്. പക്ഷേ ഗ്രാഫൈറ്റ് നോക്കുന്ന സമയത്ത് കാർബൺ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. എന്ന് പറഞ്ഞാൽ പ്ലാനാർ അറേഞ്ച്മെൻ്റ് ആണ്, അഥവാ ഇവിടെ അറേഞ്ച് ചെയ്തത് ലെയേഴ്സ് ആയിട്ടാണ്. ഗ്രാഫൈറ്റിൽ കാർബൺ ലെയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വീക്ക് വാണ്ടർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, സോഫ്റ്റ് ആണ്, അതേപോലെ സ്ലിപ്പറി മൂവ്മെൻ്റ് ആണ്. സ്ലിപ്പ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലേ, ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അതായത് കാർബൺ അതിൻ്റെ 3 ഇലക്ട്രോണിനെയാണ് അഡ്ജസൻ്റ് കാർബണുകളുമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടക്ടറാണ്, കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ 1 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഡയമണ്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, ടെട്രാഹെഡ്രൽ ആണ്. ഇവിടെ ലെയർഡ് ആയിട്ടല്ല, സ്ട്രോങ് ബോണ്ടാണ്. സോ ഹാർഡാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. കണ്ടക്ട് ചെയ്യോ, ഇലക്ട്രോൺസ് ഇല്ല, ഫ്രീ ആയിട്ട് ഇലക്ട്രോൺ ഇല്ല. അതുകൊണ്ട് തന്നെ നോൺ കണ്ടക്ടറാണ്, സ്ലിപ്പറി മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രാഫൈറ്റ് ഡയമണ്ടിൽ എന്ത് ചെയ്യാനുള്ളത്, പറയാൻ ഉള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് 2018 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ അല്ലോട്രോപ്പ് ഓഫ് കാർബൺ വിത്ത് ദ ഹയസ്റ്റ് തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ഈസ്. ഹയസ്റ്റ് തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ഉള്ള ആളെന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഓർത്തോബോറിക് ആസിഡ്. വൈ ഇറ്റ് ഈസ് നോട്ട് എ പ്രോട്ടിക് ആസിഡ്? 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഓർത്തോബോറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഓർത്തോബോറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ, ഈ ഓർത്തോബോറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോട്ടിക് ആസിഡാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഹൈഡ്രോബോറിക് ആസിഡ് H3BO3 എന്ന് പറയുന്നത് ഒരു നോൺ പ്രോട്ടിക് ആസിഡ് ആയത്? ഈ H3BO3 എന്നുള്ളതിനെ എനിക്കിങ്ങനെ എഴുതിക്കൂടെ, BOH ത്രൈസ്. ഇദ്ദേഹം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും,
ഈ വാട്ടറിലുള്ള OH- അക്സെപ്റ്റ് ചെയ്യും, ഇലക്ട്രോൺ പെയറിന് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് BOH 4 ടൈംസ് മൈനസ് ആയിട്ട് മാറും, H3O+ കിട്ടും. അപ്പം ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ 2 വാട്ടർ മോളിക്യൂൾ വേണം. ഈ വാട്ടർ മോളിക്യൂളിൽ നിന്ന് ഹൈഡ്രോക്സിൽ അയോൺ അഥവാ OH- അതിൽ നിന്നുള്ള ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇയാൾ എന്തായിട്ട് മാറുന്നത്, ഒരു നോൺ പ്രോട്ടിക് ആസിഡായിട്ട് മാറുന്നത്. അടുത്തത് ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. എക്സ്പ്ലെയിൻ എനി വൺ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. നമ്മൾ സ്ട്രക്ചർ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇൻഡസ്ട്രിയലി ഡൈബോറൈൻ പ്രിപ്പയർ ചെയ്യുന്നത് ബോറോൺ ട്രൈഫ്ലൂറൈഡ് സോഡിയം ഹൈഡ്രൈഡുമായിട്ട് അറൗണ്ട് 450 കെൽവിനിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്ന ഒരാളാണ് ആര്, B2H6 അഥവാ ഡൈബോറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ബോറോൺ ഉണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും, ദെൻ +6HF എന്ന് കിട്ടും. ഇതാണ് ഇൻഡസ്ട്രിയലി ഡൈബോറൈൻ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു മെത്തേഡ്. ഡൈബോറൈൻ്റെ മറ്റൊരു പ്രിപ്പറേഷനാണ് BF3 മോളിക്യൂള് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, B2H6 കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാണ്. അപ്പോൾ 4 BF3 മോളിക്യൂൾ എടുക്കുമ്പോൾ 2B2H6 കിട്ടും. അതേപോലെ 3 LiAlH4 ഒരു സമയത്ത് നമുക്ക് 3 ലിഥിയം ഫ്ലൂറൈഡും അലുമിനിയം ഫ്ലൂറൈഡും കിട്ടും. ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈബോറൈൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ചോദിച്ചിട്ടുള്ളത് B2H6 ഡൈബോറൈൻ്റെ സ്ട്രക്ചറാണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. 4 ടെർമിനൽ ബോറോൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അതൊരു പ്ലെയിനിലാണ്. പിന്നെ ഒരു BHB ബോണ്ട് ഉണ്ട്, അത് ഔട്ട് ഓഫ് പ്ലെയിൻ ആണ്. അതിനെയാണ് നമ്മൾ ബനാന ബോണ്ട് എന്ന് പറയുന്നത്. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറയും. മറ്റേ BH ബോണ്ടിനെ നമ്മൾ 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നാണ് പറയുക. ഹലോ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 3 പാർട്ടായിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിൽ എ പാർട്ട് എന്ന് പറയുന്നത് ഡൈബോറൈൻ ഈസ് ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ, 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ബി പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ഈസ് വാട്ടർ ഗ്യാസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സി പാർട്ട് ഇനോർഗാനിക് ബെൻസീൻ ഈസ് ഡാഷ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡൈബോറൈൻ B2H6 അതിൻ്റെ സ്ട്രക്ചറും ബോൺസിൻ്റെ നേച്ചറും എല്ലാം നമ്മൾ എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ, ഇതിൻ്റെ മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് മറ്റ് പല കോമ്പൗണ്ടുകളും സിന്തസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ സിൻ ഗ്യാസ് എന്നും പറയാറുണ്ട്, അഥവാ സിന്തസിസ് ഗ്യാസ്. ഇനി സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇനോർഗാനിക് ബെൻസീൻ ഈസ് ഡാഷ്. ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത് ബൊറാസീൻ ആണ്. അതിൻ്റെ ഫോർമുല B3N3H6. ഈ ഒരു ബൊറാസീൻ ഫോം ചെയ്യുന്നത് അമോണിയ ഡൈബോറൈനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്കെലിട്ടൺ വരുന്നത്. ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്. അതേപോലെ ഓരോ ബോറോൺ നൈട്രജനുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ബെൻസീൻ്റെ സ്ട്രക്ചറിന് സിമിലർ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത്. അതേപോലെ പ്രോപ്പർട്ടീസിലും ചില സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് മാർച്ച് 2017 ക്വസ്റ്റ്യൻ ആണ്. 3 പാർട്ടായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വണ് ബൊറാക്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് ബോറോൺ. എ ക്വസ്റ്റ്യൻ ദ സൊല്യൂഷൻ ഓഫ് ബൊറാക്സ് ഈസ് ആൽക്കലൈൻ, ഗിവ് റീസൺ, 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ
ഗിവ് എനി ടു യൂസസ് ഓഫ് ബൊറാക്സ്. 1 മാർക്കിന് ചോദിച്ചതാണ്. സി പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത് ഡയമണ്ട് ഹാസ് കോവാലൻറ്റ് ബോണ്ടിങ് യെറ്റ് ഇറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ഗിവ് എ റീസൺ. 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ പാർട്ട് നോക്കാം. ദ സൊല്യൂഷൻ ഓഫ് ബൊറാക്സ് ഈസ് ആൽക്കലൈൻ. ബൊറാക്സ് എന്ന് പറഞ്ഞാൽ Na2B4O7.10H2O. ഇതാണ് ബൊറാക്സിൻ്റെ കെമിക്കൽ ഫോർമുല. ഈ ഒരു ബൊറാക്സ് അഥവാ Na2B4O7 നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടും. ആരൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും കിട്ടും, H3BO3 ഹൈഡ്രോബോറിക് ആസിഡും കിട്ടും. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 4H3BO3 ഉണ്ടാവും, അതേപോലെ 2NaOH ഫോം ചെയ്യും. ഈ NaOH എന്ന് പറയുന്നത് എന്താ? ഒരു സ്ട്രോങ് ബേസ് ആണ്. H3BO3 എന്ന് പറയുന്നത് എന്താ? വീക്ക് ആസിഡാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ബേസിൻ്റെയും വീക്ക് ആസിഡിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രോങ് ബേസ് ആയിരിക്കും, അഥവാ ആൽക്കലൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് എന്താവുന്നത്? ഈ ഒരു ബൊറാക്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുന്ന സമയത്ത് സൊല്യൂഷൻ എന്തായിട്ട് മാറുന്നത്? ആൽക്കലൈൻ സൊല്യൂഷൻ ആയിട്ട് മാറുന്നത്. അതേപോലെ തന്നെ നമ്മുടെ Na2B4O7.10H2O ഹൈഡ്രേറ്റഡ് ആണ് അല്ലേ? അത് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് Na2B4O7 ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ സോഡിയം മെറ്റാബോറേറ്റ് എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബൊറാക്സിൻ്റെ ഏതെങ്കിലും 2 യൂസുകളാണ്. ട്രാൻസിഷൻ മെറ്റൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബൊറാക്സ് സ്പീഡ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ബൊറാക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബൊറാക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബൊറാക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻസ് ഗ്ലാസ് ആണ് കേട്ടോ. മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് ഡയമണ്ടിൻ്റെ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ കാരണം എന്താണെന്നാണ്. ഇതിൽ ഡയമണ്ടിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതേപോലെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. അവിടെയുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? കോവാലൻ്റ് ബോണ്ടാണ്. അപ്പോൾ കോവാലൻ്റ് ബോണ്ട് ആകുന്ന സമയത്ത് അഡ്ജസൻ്റ് ആറ്റങ്ങൾ തമ്മിൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അവിടെ സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഡയമണ്ടിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ ഹൈ ആവുന്നത്.